ഇനി ആകെയുള്ളത് ഒരു ദിവസമാണ്, അതായത് ശനിയാഴ്ച. പിന്നെ അതിനുശേഷം ഞായറാഴ്ച നിങ്ങൾ എക്സാമാണ്. മെയ് 4-നാണ് നിങ്ങളെ ഫൈനൽ നീറ്റ് എക്സാം വരുന്നത്. ഒരുപാട് എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിയ ആ എക്സാമിൻ്റെ പാറ്റേൺ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതെൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് 2 വർഷം ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്താണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് ശനിയാഴ്ച എന്ത് ചെയ്യണം, ഞായറാഴ്ച എക്സാം ഡേയിൽ എക്സാം എങ്ങനെ എഴുതണം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ എത്തിക്കുക. അത് യൂട്യൂബിൽ തന്നെ ആരും അങ്ങനെ ചെയ്യാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എക്സാം എങ്ങനെ നിങ്ങൾ പെർഫോം ചെയ്യണമെന്നാണ്. ബാക്കി ശനിയാഴ്ച എന്ത് ചെയ്യണം എന്നുള്ള അടുത്ത ഇത് പറഞ്ഞിട്ട് അതിന് ശേഷമുള്ളത് കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ എക്സാമിന് നിങ്ങൾ എക്സാം ഹാളിലേക്ക് ചെന്നു. അതിനുശേഷം എക്സാം പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എക്സാം എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റൗണ്ടായിട്ട് നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകണം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ ഒരു ഓർഡറിൽ പോകാൻ നോക്കുക. നിങ്ങൾ മെജോറിറ്റി ഒരു 99% സ്റ്റുഡൻസ് എന്താണ് ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, എഴുതി പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ ഒരു രീതിയിൽ പോവുക. അതിൽ ബയോളജിക്ക് 45 മിനിറ്റ് കൊണ്ട് ബയോളജി തീർക്കണം. ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ബയോളജി, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി. അറിയാത്ത ക്വസ്റ്റ്യൻസ് നോക്കിയേ വേണ്ട, ജസ്റ്റ് നോക്കുക. കിട്ടില്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ റൗണ്ട് ഇട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനോട് പോവുക. അപ്പോൾ എങ്ങനെ ഒരു 5 ക്വസ്റ്റ്യനൊക്കെ കിട്ടാത്തുണ്ടാവും. അപ്പോൾ പിന്നെ അടുത്തത് കെമിസ്ട്രിക്കും ഏകദേശം ഒരു 45 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. 45 മിനിറ്റ് മാത്രം അറിയുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി എത്ര ടൈമുണ്ട്? ഏകദേശം 1.5 മണിക്കൂർ ബാക്കിയുണ്ട്, അല്ലേ? 1.5 മണിക്കൂർ ബാക്കിയുണ്ട്. സോ വീഡിയോ കണ്ടിന്യൂ ചെയ്തതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഡോപ്പയുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം പരിചയപ്പെടുത്തി തരാം. ഒരുപാട് 2026 നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ റിപ്പീറ്റർ ആയിരിക്കും, ഇനി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ +2 വേണ്ടി ഇരിക്കായിരിക്കും. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഡോപ്പയുടെ റിപ്പീറ്റർ പ്രോഗ്രാം പരിചയപ്പെടുത്തി തരാം. ഓൺലൈൻ, ഓഫ്ലൈൻ ആൻഡ് റെസിഡൻഷ്യൽ ഈ 3 മോഡലാണ് ഡോപ്പ അവരുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനീഷ്യലി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ, ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെ ഏകദേശം ഒരുപാട് സ്റ്റുഡൻസ് ഡോപ്പ സ്റ്റുഡൻസ് ഉണ്ട് നമ്മളെ ബാച്ചിൽ തന്നെ. ഓക്കെ, അപ്പോൾ കേരളത്തിൽ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലും ഒരുപാട് സ്റ്റുഡൻസിനെ ഡോപ്പയ്ക്ക് ഏകദേശം ഒരു 4-5 വർഷം കൊണ്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ കൂടെയുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ആദ്യമായിട്ട് ഈ ഒരു റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓൺലൈൻ, ഓഫ്ലൈൻ ആൻഡ് റെസിഡൻഷ്യൽ ഈ ഒരു 3 മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെസിഡൻഷ്യൽ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോപ്പ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്. ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് അതൊക്കെ എഴുതാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. മിനിമം എത്ര പെർസെൻറ്റേജ് വേണമെന്നൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഡോപ്പ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മെന്ററായിട്ടൊക്കെ ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഒരു എന്താ പറയുക ജേണിയൊക്കെ നിങ്ങൾക്ക് കൂടുതലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡോപ്പയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ അടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, നീറ്റ് ഗാല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെസ്റ്റ് സീരീസ് അവർ ഈ ലാസ്റ്റിലേക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ 1.5 മണിക്കൂർ ബാക്കിയിൽ 1 മണിക്കൂർ ഫിസിക്സ് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം 1 മണിക്കൂർ ഫിസിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ അതിലും കുറച്ച് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 1/2 മണിക്കൂർ ബാക്കിയുണ്ടാവും. 3 മണിക്കൂറിൻ്റെ എക്സാം അല്ല, 1/2 മണിക്കൂർ ബാക്കിയുണ്ടാവും. അപ്പോൾ ഈ ഒരു 1/2 മണിക്കൂറിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് പോകുക എന്നുള്ളതാണ്. അടുത്ത റൗണ്ട് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ അടുത്ത റൗണ്ട് നിങ്ങൾ തീർക്കണം. അതിൽ നിങ്ങൾ ടൈം ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ബയോളജിക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ഇത്രയും തീർന്നല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യനും കൂടി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റൗണ്ട് ഇട്ട കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ അതിനും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ ബയോളജിയിൽ 5 ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ 3 ക്വസ്റ്റ്യനൊക്കെ ഈ ഒരു റൗണ്ട് വഴി കിട്ടും. അപ്പോൾ പിന്നെ ഇതിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. അങ്ങനെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് 15 മിനിറ്റിനുള്ളിൽ തീർക്കുക. പിന്നെ ഒരു 15 മിനിറ്റ് ബാക്കിയുണ്ട്. 15 മിനിറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്, ഒരു 10 മിനിറ്റ്. ഈ 10 മിനിറ്റിലാണ് ഫൈനൽ. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ 75%, 50% അറിയുന്നതൊക്കെ മാക്സിമം ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക കറക്കി കുത്താമെന്നും പറയാം, എന്നാലും ഒരു 75% അറിയുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും എന്താ പറയുക നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ ഒരു ബയോളജി ഫുള്ളായിട്ട് എഴുതിയതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്കറ്റിന് ശേഷം ബബിൾ ചെയ്യാൻ പിന്നെ വേറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ തന്നെ ബബിൾ ചെയ്ത് പോവുക. ബബിൾ ചെയ്യാൻ വേറെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ബബിളിങ് മാറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്കുള്ളത് ഫുള്ള് മാറും. പിന്നെ ചിലപ്പോൾ നിങ്ങൾ എക്സാം ഒക്കെ കഴിയാൻ നേരത്തേക്കാരെ അറിയുക. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ 1 വർഷം, 2 വർഷം അല്ലെങ്കിൽ 3 വർഷം, 4 വർഷം അല്ലെങ്കിൽ 5 വർഷം വരെ വേസ്റ്റായിട്ട് പോകും ഈ ഒരു എക്സാം വഴി. നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യനും
അപ്പം തന്നെ ബബിൾ ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നിങ്ങളോട് ഇനിഷ്യലി പറയാനുള്ളത്. അപ്പോൾ എക്സാം ഡേയിൽ അത് ചെയ്യാം. പിന്നെ ശനിയാഴ്ച എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോളജിയിൽ എല്ലാ പേജും ഒന്ന് മറിച്ച് നോക്കുക. അതിൽ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു തവണ കൂടി നോക്കുക. പിന്നെ റെസ്പിറേഷൻ പ്ലാൻസ് അങ്ങനെ ടഫായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ പെട്ടെന്ന് മറന്നു പോകുന്നത്, അതിലുള്ള സൈക്കിൾസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നോക്കുക. കെമിസ്ട്രിയിൽ റിയാക്ഷൻസ് ഒക്കെ നോക്കുക. ഫിസിക്സിൽ എല്ലാ ഇക്വേഷൻസും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ ലാസ്റ്റിലേക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനുള്ള ടൈമേ കിട്ടുള്ളൂ. കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പൊക്കെ വെച്ചിട്ട് നോക്കിയാൽ നല്ലതായിരിക്കും. ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.